പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ പേര് ജേക്കബ് വി ജോൺ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ വരുന്നത്. കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ലഹരി മൂത്തിട്ടുള്ള ആക്രമണങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകളുടെ കഥകൾ എല്ലാം തന്നെ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മലയാളികളുടെയും പേടി സ്വപ്നമായി ഇത്തരം വാർത്തകൾ മാറിയിരിക്കുകയാണ്. എന്നാൽ എന്താണ് ഈ വാർത്തകളുടെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് ചോദിച്ചാൽ അതിന് മനഃശാസ്ത്രത്തിലും ആണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം കിടക്കുന്നത്. ഇന്ന് കാണുന്ന ഈ പ്രയാസങ്ങളെല്ലാം തന്നെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല വൈകല്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് 4 തരം മാനസിക പ്രയാസങ്ങളെ കുറിച്ചാണ്. അതിലൊന്നാമത്തെ മാനസിക പ്രയാസം ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നതാണ് മാനിയ. അറിയാത്ത ബിസിനസ്സുകളിൽ പോയി ചാടുക, പൈസയ്ക്ക് ആർത്തി മൂത്തുകൊണ്ട് ധനം നിക്ഷേപിക്കുക, കൂടുതൽ പലിശ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ചാടുക. ഒരു ആവറേജ് മലയാളി ചൂതാട്ടം ചെയ്തും ബിസിനസ് ചെയ്തും അനേകം പൈസ ഇന്ന് കളയുന്നുണ്ട്. ഇതൊരു മാനസികാവസ്ഥയാണ്. അതിന് മാനിയ എന്നാണ് സാധാരണ പറയുക. ഈ മാനിയ വന്നു വിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നീട് അങ്ങോട്ട് പല പല ബിസിനസ്സുകൾ ഒരേ സമയം തന്നെ 10 ബിസിനസ് ഐഡിയ അഥവാ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ചെലവ് വരുത്തുക, അത്തരത്തിൽ വലിയൊരു ബാധ്യതക്കാരനായി മാറുക, കടം വരുത്തുക, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിൽ എത്തുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് മാനിയ എന്ന അവസ്ഥ. രണ്ടാമത് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്ന അടുത്ത പ്രശ്നമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. സമൂഹത്തിന്റെ നിയമങ്ങൾക്കെതിരെ നീങ്ങാനുള്ള ഒരു വ്യഗ്രത. പല സിനിമകളിലും ഇന്ന് വയലൻസിന്റെ പ്രഭാവം ധാരാളമായുണ്ട്, വളരെ ധാരാളമായി അത് ചിത്രീകരിച്ചു വരുന്നുണ്ട്. നമ്മളെ വളരുന്ന യുവജനങ്ങൾ പലരും അവരുടെ യഥാർത്ഥ ബോധ്യം ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് പലരും വയലൻസിലേക്ക് നീങ്ങുകയാണ്. അതിന് പ്രധാന കാരണം ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറിൽ ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. വളരെ ഇമ്പൾസീവായിരിക്കും, പെട്ടെന്നായിരിക്കും റിയാക്ഷൻ. അവിടെ മാതാപിതാവ്, ഗുരു എന്നൊന്നുമില്ല, സഡനായിട്ടുള്ള റിയാക്ഷനുകൾ വരും. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ, അതായത് ലഹരികൾ കൂടി ഉണ്ടെങ്കിൽ അതിന്റെ പ്രഭാവം വളരെ കൂടും. അപ്പൊ മാനിയ, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി, ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ, സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്ന് വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമാണ് സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ. അതിൽ പലതരം സിന്തറ്റിക് ഡ്രഗ്സുകൾ ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സിന്തറ്റിക് ഡ്രഗ്സ് വളരെ കോസ്റ്റ്ലി ആണെങ്കിലും ഇവരെങ്ങനെയൊക്കെയോ അതിനുള്ള പൈസ കണ്ടെത്തി മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തലച്ചോറ് ഡാമേജ് ആയത് നമ്മൾ വീട്ടുകാരറിയാതെ തന്നെ അവർ പല സാഹചര്യങ്ങളിലും പെരുമാറുന്ന രീതി വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും പെരുമാറുന്നത്. മരണ വീടുകളിൽ ചിരിച്ചു നിൽക്കുന്ന അവസ്ഥ ചില വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്നുണ്ട്. സാഹചര്യത്തിന് അനുസരിക്കാത്ത പെരുമാറ്റമെല്ലാം തന്നെ ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സിനോ അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങളോ ഉള്ള കുട്ടികൾക്ക് തന്നെയാണ് കാണുന്നത്. ആയതുപോലെ തന്നെ ഇതേ കുട്ടികൾ പല ക്രൈമുകളിൽ പെടുന്നുണ്ട്, യുവജനങ്ങൾ ക്രൈമുകളിൽ പെടുന്നുണ്ട്. വടിവാളും മറ്റും കൊടുത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഒരു കടക്കാരനെ ഭീഷണിപ്പെടുത്തുന്നത്. പേരെടുത്ത് അക്രമങ്ങളെ പറയാൻ താല്പര്യമില്ല, കാരണം ഈ എല്ലാ അക്രമങ്ങളുടെയും അടിസ്ഥാന കാരണം മാനസികമായ പ്രയാസങ്ങളും വൈകല്യങ്ങളും തന്നെയാണ്. നമ്മുടെ പോലീസുകാർ അവർ കൃത്യമായി ഇതിനെ ചെറുക്കാൻ
അവരുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവരുടെ ജീവൻ വരെ പലവട്ടം അപകടത്തിലാവുന്ന സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത്. ഇതിന് കാരണം ഈ യുവാക്കൾക്കും ഈ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാർക്കും ഒന്നും തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താന്നുള്ളതിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച അവർക്കില്ല. അപ്പൊ ഒരു ഭയാനകമായ വിധത്തില് ഇത് നീങ്ങുന്നത് തടയേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. നാം ഓരോരുത്തരുടെയും വീടുകളിലോ പരിസരങ്ങളിലോ ഇത്തരമുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോ അഥവാ മാനസികമായ പ്രയാസങ്ങളുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന സ്ഥലത്തോ കൊണ്ടുപോയി, അഥവാ സർക്കാർ ആശുപത്രികളിൽ സർക്കാർ എത്രയോ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുന്നു മാനസിക പ്രയാസങ്ങളുള്ളവരെ പുനരധിവസിപ്പിക്കാനും ഇതുപോലെ ചികിത്സ ചെയ്യാൻ എത്രയോ നല്ല ഡോക്ടർമാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവരുടെ സേവനങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ നാം ഓരോരുത്തരുടെയും കടമയാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. എന്നാൽ മാത്രമേ കേരളത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെറുക്കാനാവൂ. അപ്പോൾ ഈ ഒരു ബോധ്യം വരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ